ഹലോ എവരിവൺ, ഞാൻ എടുക്കാൻ പോകുന്നത് അഡ്വാൻസ് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ഫോർ ടാക്സേഷൻ ആണ്. In older days, various benefits are given to corporations in India, hence these companies are not liable to pay tax. In such period, there was no rules related to income tax, but after the enactment of Income Tax Acts and rules, the situation is changed. Sometimes the profit shown by companies' financial statements is less than the profit calculated for income tax purpose, so there is a need for separate accounting related with the tax purpose. നമ്മുടെ ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ കോപ്പറേറ്റീവ് ബിസിനസ്സിനെയും കമ്പനീസിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അവർക്ക് ഒരുപാട് എക്സംഷൻസ് ഒക്കെ നൽകിയിരുന്നു. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കിയതിന് ശേഷം ഓരോ കമ്പനികളും കറക്റ്റായിട്ട് അവരുടെ ടാക്സബിൾ ഇൻകം അസസ് ചെയ്യുകയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻകം ടാക്സ് പേയ്മെൻറ്റ് നടത്തണം എന്നുള്ളത് കമ്പൽസറി ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് കമ്പനീസ് ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. അതേസമയം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് കമ്പനി അവരുടെ അക്കൗണ്ടിങ് ഇൻകവും കാൽക്കുലേറ്റ് ചെയ്യണം. ഈ അക്കൗണ്ടിങ് ഇൻകവും ടാക്സബിൾ ഇൻകവും പല സമയത്തും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള ഡിഫറൻസ് കാരണമാണ് നമുക്ക് ടാക്സേഷന് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ നടത്തണം എന്നുള്ളൊരു സാഹചര്യം വരുന്നത്. ഈ അക്കൗണ്ടിങ് ഇൻകവും ടാക്സബിൾ ഇൻകവും തമ്മിൽ വ്യത്യാസം വരാൻ കാരണം ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അനുവദിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ടാക്സേഷൻ പർപ്പസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ അക്കൗണ്ടിങ് ഇൻകത്തിലാണെങ്കിൽ നമുക്ക് ഡിപ്രിസിയേഷനൊക്കെ ഉപയോഗിക്കാം, പക്ഷേ ടാക്സേഷൻ പർപ്പസിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ടാക്സബിൾ ഇൻകവും അക്കൗണ്ടിങ് ഇൻകവും തമ്മിൽ ഡിഫറൻസ് വരുമ്പോൾ നമ്മൾ ഒരൊറ്റ സിസ്റ്റം മാത്രം ഫോളോ ചെയ്താൽ മതിയാവില്ല. അക്കൗണ്ടിങ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ടാക്സബിൾ ഇൻകവും കാൽക്കുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് ടാക്സ് അക്കൗണ്ടിങ്. ടാക്സ് അക്കൗണ്ടിങ് റെഫേഴ്സ് ടു ദി മെത്തേഡ്സ് ആൻഡ് പോളിസീസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ടാക്സ് റിട്ടേൺസ് ആൻഡ് അതർ സ്റ്റേറ്റ്മെൻറ്റ്സ്. ടാക്സ് റിട്ടേൺസും അതുപോലെ തന്നെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ്സ് ആൻഡ് പോളിസീസാണ് ഈ ടാക്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടാക്സ് അക്കൗണ്ടിങ് ഈസ് ബേസിക്കലി അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ പർപ്പസ്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടാക്സേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ടാക്സബിൾ ഇൻകം അക്കൗണ്ടിങ് ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടാക്സബിൾ ഇൻകം ആണെങ്കിൽ ടാക്സബിൾ റവന്യൂസിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസും അതുപോലെ തന്നെ ടാക്സ് എക്സംഷൻസും മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടാക്സബിൾ ഇൻകം കിട്ടുക. അക്കൗണ്ടിങ് ഇൻകം ആണെങ്കിൽ അക്കൗണ്ടിങ് റവന്യൂസിൽ നിന്ന് അക്കൗണ്ടിങ് എക്സ്പെൻസ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അക്കൗണ്ടിങ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് പറയുന്നത് കറണ്ട് ടാക്സ് ലയബിലിറ്റിയാണ്. Current tax means the tax liability which must be payable for current year profit. നമ്മൾ ഏത് വർഷമാണോ ഈ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആ വർഷത്തെ നമ്മുടെ പ്രോഫിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നമ്മുടെ ടാക്സ് ലയബിലിറ്റിയാണ് കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഈ കറണ്ട് ടാക്സ് ലയബിലിറ്റി നമ്മൾ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കറണ്ട് ടാക്സ് ലയബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടാക്സബിൾ ഇൻകത്തിനെ കറണ്ട് ടാക്സ് റേറ്റ് എത്രയാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കറണ്ട് ടാക്സ് ലയബിലിറ്റി കിട്ടുക. നെക്സ്റ്റ് പറയുന്നത് ഇഫ് ദർ ഈസ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സബിൾ ഇൻകം ആൻഡ് അക്കൗണ്ടിങ് ഇൻകം വി ഹാവ് അഡ്ജസ്റ്റ് ദി ഫോളോയിങ് ഐറ്റംസ്. ടാക്സബിൾ ഇൻകവും അക്കൗണ്ടിങ് ഇൻകവും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഡിഫറൻസ് ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കറണ്ട് ഇൻകം ടാക്സ് പേയബിൾ റിലേറ്റഡ് ടു റവന്യൂ ദാറ്റ് വുഡ് ബി റെക്കഗ്നൈസ്ഡ് അണ്ടർ GAAP ഇൻ ഫ്യൂച്ചർ പീരീഡ് ഷുഡ് ബി ക്യാരി ഫോർവേഡ്. ഒരു റവന്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വർഷം അടയ്ക്കേണ്ട ഒരു ടാക്സ്, പക്ഷേ അത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം അതെപ്പോഴേ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ? ഫ്യൂച്ചർ പീരീഡിലെ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള എമൗണ്ടിനെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? GAAP പ്രിൻസിപ്പിൾ പ്രകാരം ഫ്യൂച്ചറിൽ മാത്രം റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു റവന്യൂവിൻ്റെ കറണ്ട് ഇൻകം ടാക്സ് പേയബിൾ എമൗണ്ട് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ഇൻ കറണ്ട് ടാക്സ് എക്സ്പെൻസ്. നമ്മൾ കറണ്ട് ടാക്സ് എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഏത് എമൗണ്ടിനെയാണ്? റവന്യൂ റെക്കഗ്നൈസ്ഡ് ടുഡേ അണ്ടർ GAAP ഷാൾ ബി ടാക്സ്ഡ് ഇൻ ഫ്യൂച്ചർ പീരീഡ്. അതായത് നമ്മൾ GAAP പ്രിൻസിപ്പിൾ പ്രകാരം കറൻറ്റ് പീരീഡിൽ റെക്കഗ്നൈസ് ചെയ്ത റവന്യൂ ആണ്, പക്ഷേ അതിനെ എപ്പോഴേ ടാക്സ് ചെയ്യുന്നുള്ളൂ? ഫ്യൂച്ചർ ഡേറ്റിലാണ് നമ്മൾ ടാക്സബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത്തരം ഐറ്റത്തിന് എവിടെ ഇൻക്ലൂഡ് ചെയ്യണം? കറൻറ്റ് ടാക്സ് എക്സ്പെൻസിൽ
ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, ടാക്സ് ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻസ് ദാറ്റ് ഷാൾ ബി റെക്കഗ്നൈസ്ഡ് അണ്ടർ GAAP ഇൻ ഫ്യൂച്ചർ പീരീഡ്. ടാക്സ് ബെനിഫിറ്റിനുള്ള എക്സ്പെൻസാണ്, പക്ഷേ അത് GAAP പ്രകാരം എപ്പോഴേ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ, ഫ്യൂച്ചർ പീരീഡിലാണ് റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അലൗഡ് ആസ് ടാക്സ് ഡിഡക്ഷൻ ഇൻ കറൻറ്റ് പീരീഡ്, നമ്മളതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സ് ഡിഡക്ഷൻ ആയിട്ട് കറൻറ്റ് പീരീഡിൽ അലോ ചെയ്തിട്ടുണ്ട്. അത്തരം എമൗണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, ഷുഡ് ബി ക്യാരി ഫോർവേഡ്, നമ്മളതിനെ ക്യാരി ഫോർവേഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം മൂന്നാമത്തെ കേസിൽ പറയുന്നത് ടാക്സ് ബെനിഫിറ്റ് എക്സ്പെൻസ് ഉണ്ട്, അത് GAAP പ്രകാരം ഫ്യൂച്ചർ പീരീഡിൽ റെക്കഗ്നൈസ് ചെയ്യേണ്ടതാണ്, പക്ഷേ നമ്മളതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കറൻറ്റ് പീരീഡിൻ്റെ ടാക്സ് ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം എമൗണ്ട് ക്യാരി ഫോർവേഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ നാലാമത്തെ അഡ്ജസ്റ്റ്മെൻ്റായി പറയുന്നത് ഇതേപോലെയുള്ള നമ്മൾ മുന്നേ പറഞ്ഞ പോലെയുള്ള ടാക്സ് ബെനിഫിറ്റ് എക്സ്പെൻസിൻ്റെ കാര്യം തന്നെയാണ്. ടാക്സ് ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻസസ് ദാറ്റ് ആർ റെക്കഗ്നൈസ്ഡ് അണ്ടർ GAAP ടുഡേ, അതായത് കറൻറ്റ് പീരീഡിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഷാൾ ബി അലൗഡ് ആസ് ടാക്സ് ഡിഡക്ഷൻ ഇൻ ഫ്യൂച്ചർ പീരീഡ്, അത് എപ്പോഴേ ഡിഡക്ഷനായി അനുവദിക്കുന്നുള്ളൂ, ഫ്യൂച്ചർ പീരീഡിലേക്കാണ് അനുവദിക്കുന്നുള്ളൂ. അത്തരം ഐറ്റത്തിനെ നമ്മൾ ചെയ്യേണ്ടത് ഷുഡ് ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം കറൻറ്റ് പീരീഡ് ഇൻകം ടാക്സ് എക്സ്പെൻസ്, കറൻറ്റ് ടാക്സിൻ്റെ ഇൻകം ടാക്സ് എക്സ്പെൻസിൽ നിന്ന് അത് നമ്മൾ മൈനസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ് ഇൻകവും ടാക്സബിൾ ഇൻകവും ഡിഫറൻസ് ആയി വരുന്ന സമയത്ത് മെയിനായിട്ട് ട്രീറ്റ് ചെയ്യുന്ന 4 ഐറ്റംസാണ് നമ്മളിവിടെ പറഞ്ഞത്. നെക്സ്റ്റ് ഇൻകം ടാക്സ് IAS 12 ആൻഡ് Ind AS 12. നമ്മൾ കറൻറ്റ് ടാക്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇൻകം ടാക്സ് IAS 12ഉം അതുപോലെ തന്നെ Ind AS 12 അനുസരിച്ചിട്ടാണ് ടാക്സബിൾ ഇൻകം ഇതിൻ്റെ കാൽക്കുലേഷൻ നടത്തുന്നത്. ഇതിൽ ഇൻകം ടാക്സിൽ നമ്മൾ 2 പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, കറൻറ്റ് ടാക്സ് ആൻഡ് ഡിഫേർഡ് ടാക്സ്. നമുക്ക് ഫസ്റ്റ് കറൻറ്റ് ടാക്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി ടാക്സ് വിച്ച് അറൈസസ് ഡ്യൂ ടു ട്രാൻസാക്ഷൻ and other events of current period that are recognized in the entity's financial statement. കറൻറ്റ് ഇയറിലെ ട്രാൻസാക്ഷൻ്റെ ബേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ടാക്സാണ് കറൻറ്റ് ടാക്സ് എന്ന് പറയുന്നത്. നമ്മളെ കറൻറ്റ് ഇയറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടാക്സിനെയാണ് നമ്മൾ കറൻറ്റ് ടാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫേർഡ് ടാക്സ്, ഇറ്റ് ഈസ് ദി ഫ്യൂച്ചർ ടാക്സ്. ഇതെന്താണ്, ഒരു ഫ്യൂച്ചറിലേക്കുള്ള ടാക്സാണ്, നമ്മൾ അടുത്ത വർഷത്തേക്കൊക്കെ അടയ്ക്കേണ്ട ടാക്സ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഡിഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. കറൻറ്റ് ടാക്സും ഡിഫേർഡ് ടാക്സും കൂടിയതാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇത് പറയുന്ന സ്റ്റാൻഡേർഡാണ് IAS 12 ആൻഡ് Ind AS 12 എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ് ഓഫ് കറൻറ്റ് ടാക്സ് ആൻഡ് ഡിഫേർഡ് ടാക്സ് ആണ്. ഫസ്റ്റ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ദി പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ എ പീരീഡ് ബിഫോർ ഡിഡക്റ്റിംഗ് ടാക്സ് എക്സ്പെൻസ്. ടാക്സ് കുറയ്ക്കുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ടാക്സബിൾ പ്രോഫിറ്റ് ഓർ ലോസ്. ഇറ്റ് ഈസ് ദി പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ എ പീരീഡ് കമ്പ്യൂട്ടഡ് ആസ് പെർ ദി ഇൻകം ടാക്സ് ആക്ട് അപ്പോൺ വിച്ച് ഇൻകം ടാക്സ് ആർ പേയബിൾ. ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഫിറ്റിനെയാണ് ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടാക്സ് എക്സ്പെൻസ്. ഇറ്റ് ഈസ് ദി അഗ്രിഗേറ്റ് എമൗണ്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ഡിറ്റർമിനേഷൻ ഓഫ് ദി പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി പീരീഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് കറൻറ്റ് ടാക്സ് ആൻഡ് ഡിഫേർഡ് ടാക്സ്. ഒരു ഇയറിൽ എത്ര ടാക്സ് വന്നു അതാണ് ടാക്സ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു വർഷത്തിൽ എത്ര ടാക്സ് വന്നു അല്ലെങ്കിൽ ടാക്സ് ആയിട്ട് നമ്മൾ എത്ര അടയ്ക്കണം, ആ ഒരു എമൗണ്ടിനെയാണ് ടാക്സ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. These are the amount of income tax payable in future period in respect of taxable temporary differences. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കാരണം നമ്മൾ ഫ്യൂച്ചറിൽ പേ ചെയ്യേണ്ട ടാക്സ് ലയബിലിറ്റിയാണ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഡിഫേർഡ് ടാക്സ് അസറ്റ്.
ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കാരണം നമുക്ക് റിക്കവറായി കിട്ടുന്ന ടാക്സാണ് ഡിഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടെമ്പററി ഡിഫറൻസസ്. These are differences between the carrying amount of an asset or liability in the balance sheet and its tax base. നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും ക്യാരിയിങ് എമൗണ്ടും നമ്മൾ ടാക്സിൻ്റെ ബേസായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. പെർമനൻറ്റ് ഡിഫറൻസ്. ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ടാക്സബിൾ ഇൻകം ആൻഡ് അക്കൗണ്ടിങ് ഇൻകം. ടാക്സബിൾ ഇൻകവും അക്കൗണ്ടിങ് ഇൻകവും തമ്മിൽ ഉള്ള ഡിഫറൻസിനെയാണ് നമ്മൾ പെർമനൻറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടാക്സ് ബേസ്. ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണ് ബേസായി സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ടാക്സ് ബേസ് എന്ന് പറയുന്നത്.